വിഭജിക, വിസ്മയ, ഋതന്യ അങ്ങനെയൊക്കെ ഒരുപാട് സ്ത്രീധന പീഡന കേസുകൾ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കേട്ട് ആൾക്കാർക്ക് ഒരു പുതുമയില്ലാതെ മാറിയ ഒരു അവസ്ഥയാണ് ഉള്ളത്. പക്ഷേ ഈ 2025-ലും ഇങ്ങനത്തെ മരണങ്ങൾ നടക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? ആലോചിച്ച് നോക്കിയാൽ കിട്ടുന്ന ഏറ്റവും വലിയ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇപ്പോഴും വീട്ടുകാർ, അതായത് പെൺകുട്ടികളുടെ വീട്ടുകാർ ചിന്തിക്കുന്ന എ ഡെഡ് ഡോട്ടർ ഈസ് ബെറ്റർ ദാൻ എ ഡിവോഴ്സ് ഡോട്ടർ. ഡിവോഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോഴും എന്തോ വളരെ മോശമായ കാര്യമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ നമ്മുടെ സമൂഹത്തിലുള്ളത്. അതായിരിക്കും ഒരു മെയിൻ റീസൺ. പിന്നെ മോളെങ്ങാനും ബന്ധം ഉപേക്ഷിച്ച് വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും, കുടുംബക്കാരെന്ത് പറയും, ബന്ധുക്കളോട് നമ്മൾ എന്ത് സമാധാനം പറയും, കുടുംബത്തിൻ്റെ അന്തസ്സ്, അഭിമാനം എന്നൊക്കെ ഓർത്തിട്ട് മക്കളോട് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറയുന്ന വീട്ടുകാർ തന്നെയാണ്. അല്ലെങ്കിൽ മകൾക്ക് ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് അവർ കരഞ്ഞ് പറയുമ്പോൾ അത് കേൾക്കാതെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമെന്ന് പറയുന്ന വീട്ടുകാരാണ് പിന്നെ മകൾ മരിച്ചു കഴിഞ്ഞിട്ട് ടി വിയിൽ വന്ന് അലമുറയിട്ട് കാര്യങ്ങൾ. അതിൽ എന്ത് കാര്യമുള്ളത്? പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ പ്രത്യേകിച്ചുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ മകളെക്കാട്ടിലും മരുമകനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവണത കൂടുതലുണ്ട്. എല്ലാവരും അല്ല, പക്ഷേ ചില ആൾക്കാർക്ക് 20-25 വയസ്സോ കൂടെ ജീവിച്ച് അവർ വളർത്തി വലുതാക്കിയ മകളെക്കാട്ടിലും വിശ്വാസമായിരിക്കും ഇന്നലെ കണ്ട മരുമകനെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ഞങ്ങളുടെ മകളുടെ ഭാഗത്ത് തന്നെയായിരിക്കും തെറ്റ്. ഞങ്ങളുടെ മരുമോൻ, അതായത് പ്രത്യേകിച്ച് അറേഞ്ച് മാരേജ് ആണ്, പേരൻസ് കണ്ടുപിടിച്ച ഒരാളാണെങ്കിൽ കൂടെ ഒരിക്കലും അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവരെ ന്യായീകരിക്കുന്ന പേരൻസ് ഇഷ്ടം. ഈ പറയുന്ന സെയിം ആൾക്കാർ തന്നെ മകൾക്ക് എന്തെങ്കിലും പറ്റി കഴിയുമ്പോൾ ക്യാമറയുടെ മുന്നിൽ വന്ന് മരുമകനെ തൂക്കി കൊല്ലണം, മകൾ വാവായിരുന്നു, ഒരുപാട് കരഞ്ഞു പറഞ്ഞതാണ്. ഇതിൽ ഏതൊരു പെൺകുട്ടിയുടെ ബ്രദർ പറയുന്നത് കേട്ടു, ചേച്ചി എന്നോട് ഇത് കരഞ്ഞു പറഞ്ഞതാണ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ വീട്ടുകാരോട് പറയേണ്ടതെന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാത്തത്. ഇത്രയും പ്രശ്നം നിങ്ങളുടെ കൂടപ്പുറപ്പിന് ഉണ്ടാകുമ്പോൾ നിങ്ങൾ വീണ്ടും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞ നിങ്ങളെ എന്ത് പറയണം? പിന്നെ ഈ 2025-ലും അബ്യൂസീവ് ആയിട്ട് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു മാരേജിൽ നിന്ന് ധൈര്യപൂർവ്വമായിട്ട് ഇറങ്ങി വരാനുള്ള ധൈര്യം നമ്മുടെ പെൺകുട്ടികൾക്ക് എന്തുകൊണ്ടില്ല എന്ന് എനിക്കറിയില്ല. ഈ 100 പവനും ലംബർഗിനി കാറൊക്കെ കൊടുക്കുന്നതിന് പകരം നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ നമുക്ക് വാല്യൂ ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ഇറങ്ങി പോരാനുള്ള ധൈര്യം കൊടുത്ത് പെൺകുട്ടികളെ വളർത്തുക. അല്ലെങ്കിൽ ആ ധൈര്യം സ്വന്തം ആരും തരുമൊന്നുമില്ല, സ്വന്തമായിട്ട് നിങ്ങൾ ആർജിച്ചെടുക്കുക. അതേ പെൺകുട്ടികളോട് പറയാനുള്ളൂ. പിന്നെ ഈ 2025-ലും കല്യാണത്തിന് മുമ്പ് കമ്പൽസറി ആയിട്ട് എല്ലാവർക്കും വേണ്ട വിദ്യാഭ്യാസവും അതിനനുസരിച്ചൊരു ജോലിയും വേണം. മിക്ക പെൺകുട്ടികളെയും കാണുന്നതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവും, പക്ഷേ കല്യാണത്തോടെ അവർ ജോലിയൊക്കെ ഉപേക്ഷിക്കുക, ആ ഒരു വിടുക. അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും വിദ്യാഭ്യാസം, ജോലി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കല്യാണം കഴിഞ്ഞാലും എന്താണെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു ജോലി വേണം. ആ ജോലി ഉണ്ടെങ്കിൽ ഈ അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ നിന്ന് നടന്നു പോകാൻ, ഇപ്പോൾ നമ്മുടെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും സ്വന്തമായിട്ട് ജീവിക്കാനും പറ്റും. പിന്നെ നാട്ടുകാർ, നമ്മൾ ആസ് എ സൊസൈറ്റി ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ ആ കുട്ടിക്ക് ഇറങ്ങി വന്നുകൂടായിരുന്നു എന്ന് പറയുന്നവർ വരെ ഒരു ഡിവോഴ്സ് ഉണ്ടാകുമ്പോൾ ഏറ്റവും അധികം സ്ത്രീകളെ തന്നെയാണ് ആൾക്കാർ കുറ്റം പറയുക. ഇപ്പോഴും ഏറ്റവും വലിയ എക്സാമ്പിൾ നടിമാരുടെ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിൻ്റെ ഡിവോഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ മിക്കവരും നടികളെ തന്നെയാണ് കുറ്റം പറയുന്നത്. അവർ ജോലിക്ക് പോയതുകൊണ്ടാണ്, അവരിങ്ങനെ ആയതുകൊണ്ടാണ്, അങ്ങനെ ആയതുകൊണ്ടാണ്. ആ ഒരു ബ്ലെയിമിങ് മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ ഡിവോഴ്സ് വളരെ മോശമാണ്, ഡിവോഴ്സ് കൊണ്ട് നമ്മുടെ സമൂഹം നശിക്കുന്നു എന്നുള്ള ചിന്താഗതി ആസ് എ സൊസൈറ്റി ഇപ്പോഴും ഉണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനത്തെ സ്റ്റീരിയോ ടൈപ്പിംഗ് നിർത്തുക. പിന്നെ പെൺകുട്ടികൾ ബി സ്ട്രോങ് ആൻഡ് ഗെറ്റ് എ ജോബ് ആൻഡ് വാക്ക് അവേ ഫ്രം ഇൻസൾട്ടിങ് സിറ്റുവേഷൻസ്. ആൻഡ് പേരൻസ്, നിങ്ങളുടെ മകൾ ജീവിച്ചിരിക്കുമ്പോൾ മകളെ സപ്പോർട്ട് ചെയ്യുക, അല്ലാതെ മരിച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല.